Assalamualaikum. Welcome to UAE Exchange Hadiyat Ramdan. നിങ്ങൾ എല്ലാവരും ഇപ്പോൾ കണ്ടുകൊണ്ടിരുന്ന ഫിലിം ഞങ്ങളുടെ പ്രോഗ്രാമിന് ശേഷം കണ്ടിന്യൂ ചെയ്യുന്നതാണ്. ഞാൻ നിങ്ങളോടൊപ്പം ഇന്നുള്ളത് ഡോക്ടർ അസ്ബനും അക്സൻ അബ്ദുൽ അസീസും. അപ്പോൾ നമ്മൾ ഇന്നലെ ഒരു കോൺടെസ്റ്റ് വെച്ചായിരുന്നല്ലേ? ഇന്നലെ കോൺടെസ്റ്റ് വെച്ചു. ചോദ്യം എന്തായിരുന്നു? ക്വസ്റ്റ്യൻ ഇതായിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിച്ചിട്ട് ഇവർ എത്ര നാൾ ഒന്നിച്ച് താമസിച്ചിരുന്നു? അപ്പോൾ ഞങ്ങൾ പറഞ്ഞിരുന്നു NTVയുടെ facebook.com/myntv പോയി ആ പേജ് ലൈക്ക് ചെയ്തതിനു ശേഷം ആൻസർ ചെയ്യാൻ. കുറേ പേര് കറക്റ്റ് ആൻസേഴ്സ് തന്നു, കുറേ പേര് തെറ്റ് ആൻസേഴ്സും ഇട്ടിട്ടുണ്ട്. എന്താണെങ്കിലും കറക്റ്റ് ആൻസർ ഏറ്റവും പോപ്പുലർ ആയ തെറ്റ് ആൻസർ 24 ഇയേഴ്സ് ആണ്. തെറ്റാണ്. 25 ഇയേഴ്സ് ആണ് കറക്റ്റ് ആൻസർ. ഖദീജ റളിയല്ലാഹു അൻഹയെ 40 വയസ്സുണ്ടായിരുന്നപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കല്യാണം കഴിച്ചത്. അത് കഴിഞ്ഞ് 65 വയസ്സായപ്പോഴാണ് ഖദീജ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടത്. അപ്പോൾ കറക്റ്റ് ആൻസർ 25 ഇയേഴ്സ് ആണ്. നമുക്ക് ഒരുപാട് കറക്റ്റ് ആൻസേഴ്സ് പറഞ്ഞിട്ടുണ്ട്. ആരൊക്കെയാന്ന് നമുക്ക് പറയാം. വസീം ഉണ്ട് കറക്റ്റ് ആൻസർ പറഞ്ഞത്. പിന്നെ സൈഫുദ്ദീൻ മാല, നിസി നിസാർ, പിന്നെ പറഞ്ഞിരിക്കുന്നത് ജാസ്മിൻ ഷറഫ്, പിന്നെ മുഹമ്മദ് ഷറഫ്, അക്മൽ ഷറഫ്, പിന്നെ ഷാജി എം വർക്കല, പിന്നെ നിനു, പിന്നെ റഫി മുഹമ്മദ്. ഇവരൊക്കെയാണ് ആൻസർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ലക്കി വിന്നറായി ചൂസ് ചെയ്തിരിക്കുന്നത് ഷൈഫുദ്ദീൻ മാലയാണ്. കൺഗ്രാറ്റുലേഷൻസ്. സൈഫുദ്ദീന് കിട്ടുക സ്പെഷ്യൽ പ്രൈസ് ആണ്. ഞങ്ങളുടെ വക സ്പെഷ്യൽ ഗിഫ്റ്റ് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഫേസ്ബുക്ക് കോൺടെസ്റ്റിലേക്കുള്ള ക്വസ്റ്റ്യൻ ഇതാണ്. അല്ലാഹു സുബ്ഹാനഹു തആലയുടെ രണ്ടാമത്തെ വീട് എന്നറിയപ്പെടുന്നത് ഏത് പള്ളിയാണ്? ഓക്കെ, അപ്പോൾ ഇതിന്റെ ആൻസേഴ്സ് നിങ്ങൾ facebook.com/myntv പോയതിനു ശേഷം ആ പേജ് ലൈക്ക് ചെയ്തിട്ട് ഈ ആൻസർ അതിൽ പോസ്റ്റ് ചെയ്യുക. കറക്റ്റ് ആൻസേഴ്സ് ഇട്ടവരിൽ നിന്ന് ഒരാൾക്ക് ഞങ്ങൾ സ്പെഷ്യൽ പ്രൈസ് കൊടുക്കുന്നതാണ്. സോ വൺസ് അഗൈൻ കൺഗ്രാറ്റുലേഷൻസ് സൈഫുദ്ദീൻ. അപ്പോൾ ഇന്നത്തെ പ്രോഗ്രാമിലോട്ട് പോവാം. ഇന്നത്തെ ഹദീസ് എന്തായിരുന്നു? ഓക്കെ, ഇന്നത്തെ ഹദീസ് നിസ്കാരത്തെ പറ്റിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നത്. അതായത് ഇശാ നമസ്കാരത്തിനും സുബൈ നമസ്കാരത്തിനും കിട്ടുന്ന ജമാഅത്തായി നിസ്കരിക്കാൻ പോകുന്നവർക്ക് കിട്ടുന്ന പ്രതിഫലം അവർ അറിയുകയാണെങ്കിൽ അവർ എഴഞ്ഞാണെങ്കിലും പള്ളിയിൽ പോകുന്നതാണ്. പിന്നെ അതുകൂടാണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നത് ജമാഅത്തായി നിസ്കരിക്കുന്നതിന് 27 തവണ പ്രതിഫലം കൂടുതലാണ് ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ. അപ്പൊ നമുക്കൊരു കോളർ ഉണ്ടെന്ന് തോന്നുന്നു, നമുക്ക് അറ്റൻഡ് ചെയ്യാം. ഹലോ 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 അസ്സലാമു അലൈക്കും. ഹലോ 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 കോൾ ഡ്രോപ്പ് ആയി എന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ നബി എന്തായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്? അപ്പൊ നബി പറഞ്ഞിരുന്ന കാര്യം ഇതായിരുന്നു. അതായത് കോളർ ഉണ്ട്. ഹലോ ഹലോ അസ്സലാമലൈക്കും. വെൽക്കം ടു UAE എക്സ്ചേഞ്ച് ഹദിയത്ത് റംദാൻ. വലൈക്കും അസ്സലാം. ഓക്കെ, ആരാണ്? ഞാൻ കൊളപ്പുറം ഹൗസിൽ നിന്നാണ്. ആഹാ, അലി അക്ബർ. ഞങ്ങളുടെ കോൺടെസ്റ്റിൽ പങ്കെടുത്തിരുന്നോ? അതിൽ പങ്കെടുക്കാന് ടൈം കിട്ടില്ല, ഡ്യൂട്ടി ഉണ്ടായിരുന്നു. ടൈം കിട്ടിയില്ലേ? എത്ര 12 hours ഉണ്ടായിരുന്നില്ലേ? എന്താ ടൈം കിട്ടാതിരുന്നേ? ഡെയിലി വിളിക്കണ്ടല്ലോ, അതിന്റെ അതില് പങ്കെടുക്കണ്ടല്ലോ. പക്ഷെ ഇതിലും പങ്കെടുക്കാൻ നോക്കൂ. അതിലും പ്രൈസ് കിട്ടുവാണെങ്കിലോ? ഇൻഷാല്ലാ. ഇന്ന് എന്തായിരുന്നു സ്പെഷ്യൽ നോമ്പ് തുറക്കാൻ? നോമ്പ് തുറക്കാന് ഒരു പ്രത്യേക സ്പെഷ്യൽ അങ്ങനെ ഒന്നും ഇല്ല, എന്നാലും ഉണ്ടായിരുന്നു. നിങ്ങൾക്കോ? പ്രത്യേക സ്പെഷ്യൽ ഒന്നും ഇല്ലായിരുന്നു. അതാണ് ആൻസർ. നിങ്ങൾക്കോ? നിങ്ങൾക്ക് എന്താ സ്പെഷ്യല്? ഞങ്ങൾക്ക് ഇന്ന് സ്പെഷ്യല് കുറെ ഉണ്ടായിരുന്നു. വിഭവങ്ങള് ബജി ഉണ്ടായിരുന്നു, സമോസ ഉണ്ടായിരുന്നു, കുറെ ഉണ്ട്. ഞങ്ങള് കഴിക്കാത്തതിന്റെ കുറവുള്ളൂ. കഴിക്കാൻ കുറച്ച് ആൾക്കാർ വിളിക്കണം. അപ്പൊ ചോദ്യത്തിലേക്ക് പോവാം. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഏത് സൂറത്തിലാണ് പരദൂഷണക്കാരെ വിമർശിക്കുന്നത്? ഈസി ക്വസ്റ്റ്യൻ. ഏത് സൂറത്തിലാണ് പരദൂഷണക്കാരെ വിമർശിക്കുന്നത്? പറഞ്ഞോളൂ ആൻസർ. കേൾക്കുമ്പോ തന്നെ ആൻസർ പറയാം. എന്തെങ്കിലും ഒരു വർഷം അറിയണം. ഓപ്ഷൻസ് തരാം. സൂറത്തുൽ ഹുംസ, സൂറത്തുൽ സിൽസില, സൂറത്തുൽ അസർ. കേട്ടില്ല. സൂറത്തുൽ സിൽസില കേട്ടോ? സൂറത്തുൽ സിൽസില, സൂറത്തുൽ ഹുംസ, സൂറത്തുൽ അസർ. ഇതിപ്പോ കൺഫ്യൂഷൻ ആയില്ലോ. എന്ത് കൺഫ്യൂഷൻ? കൺഫ്യൂഷൻ ആയത് സൂറത്തുൽ അസറ ലാസ്റ്റ് പറഞ്ഞത്. അസർ അസർ സൂറത്തുൽ അസർ ആണ് ലാസ്റ്റ് പറഞ്ഞ്. അപ്പൊ ഏതാ ചൂസ് ചെയ്തത്? ലാസ്റ്റ് പറഞ്ഞത് തെറ്റിപ്പോയിക്ക. സൂറത്തുൽ അസർ അല്ല,
സൂറത്തുൽ അസ്റിൽ പറയുന്നത് കാലത്തെ പറ്റിയാ. കാലം പോകുന്തോറും മനുഷ്യർ നഷ്ടത്തിലാകുന്നു എന്നാണ് അതിൽ പറയുന്നത്. എന്താണ് ആലോചിക്കാതെ ഉത്തരം പറഞ്ഞത്? സഹായിക്കാൻ ആരും എല്ലാരും തറാവിക്ക് വെക്കണേ വന്നിട്ടില്ല. വന്നിട്ടില്ല അല്ലേ? ഓക്കെ. പിന്നെ എനർജി ഇന്ന് പോരാ. എനിക്ക് തോന്നണേ അധികം കഴിക്കാത്തത് കൊണ്ടാന്ന് തോന്നുന്നു. ബ്രെയിനൊന്നും എനർജി ഇല്ല തീരെ. ഇന്നലെ ഇന്നും എനർജി ഇല്ലായിരുന്നു. ഇതെന്താ? ഇനി എനർജിയോടെ വിളിക്കണം. എനർജി ഉണ്ട്, പക്ഷേ സഹായിക്കാൻ ആരും ഇല്ലാതായിരുന്നു. വീണ്ടും വിളിക്കാം. ഫേസ്ബുക്ക് കോൺടെസ്റ്റിൽ പങ്കെടുക്കാൻ മറക്കണ്ട. ക്വസ്റ്റ്യൻ ഞങ്ങൾ ചോദിച്ചിരുന്നു, കേട്ടല്ലോ ക്വസ്റ്റ്യൻ? അപ്പൊ വേഗം ഉത്തരവിട്ടോളൂ. ലൈക്ക് ചെയ്തിട്ട് ഉത്തരവിടുക. ഓക്കെ ഓക്കെ. അസ്സലാമു അലൈക്കും. നമ്മൾ വിളിച്ചത് നമ്മുടെ സ്ഥിരം കോളേജ് അലി അക്ബർക്കായിരുന്നു. ഇന്ന് ഒരു ഉത്തരം പോലും പറയാൻ പറ്റിയില്ല. ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു ചോദിച്ചത്. ഏത് സൂറത്തിലാണ് പരദൂഷണക്കാരെ വിമർശിക്കുന്നതെന്നാണ്. അപ്പോൾ ഫേസ്ബുക്ക് കോൺടെസ്റ്റിന്റെ കാര്യം ആരും മറക്കണ്ട. ചോദിച്ച ക്വസ്റ്റ്യൻ ഇതായിരുന്നു, അള്ളാഹുയുടെ രണ്ടാമത്തെ വീട് എന്നറിയപ്പെടുന്നത് ഏത് പള്ളിയാണ്? വേഗം ആൻസേഴ്സ് പോസ്റ്റ് ചെയ്യുക. വിന്നറിന് കിട്ടുക സ്പെഷ്യൽ പ്രൈസ് ആണ്. അപ്പം ലൈക്ക് ചെയ്തിട്ട് വേണം ആൻസർ ടൈപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ നോമ്പിന്റെ സുന്നത്തുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു തുടങ്ങിയാലോ? അതെ, കറക്റ്റ്. നോമ്പിന്റെ സുന്നത്ത് വെച്ച് തുടങ്ങാം. അതായത് അത്താഴം കഴിക്കൽ സുന്നത്താകുന്നു. അത് റംസാൻ മാസത്തിൽ മാത്രമല്ല, എല്ലാ മാസങ്ങളിലും അത്താഴം കഴിക്കുന്നത് സുന്നത്താകുന്നു. പിന്നെ കൂടാതെ കേവലം ഒരാൾക്ക് വെള്ളം കുടിച്ചാലും അത് അത്താഴത്തിന്റെ സുന്നത്തായി അത് എടുക്കുന്നതാണ്. പിന്നെ കോളർ ഉണ്ട്. ഓക്കെ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. വെൽക്കം ടു എക്സ്ചേഞ്ച് ഹദിയത്ത് റംദാൻ. എന്റെ പേര് അക്മൽ ഷറഫ്. അക്മൽ ഷറഫ് ഫേസ്ബുക്കിൽ ആൻസർ പോസ്റ്റ് ചെയ്തിരുന്നു അല്ലേ മോൻ? ഞാൻ ഫേസ്ബുക്കിൽ ആൻസർ ചെയ്തിരുന്നു. ഓക്കെ. ഞങ്ങള് പേര് പറഞ്ഞത് കേട്ടില്ലേ? കേട്ടു. ആരാണ് അപ്പൊ ഉത്തരം പറഞ്ഞു തന്നത്? ആരും പറഞ്ഞു തന്നില്ല. സ്വന്തം ആലോചിച്ച് എഴുതിയാണ്. സ്വന്തം ആലോചിച്ചിട്ട് എഴുതിയതാണല്ലേ? ഓക്കെ. ഏത് ക്ലാസ്സിൽ പഠിക്കണു? ഞാൻ 5th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. 5th സ്റ്റാൻഡേർഡില്. വെക്കേഷൻ ഹോംവർക്ക് എല്ലാം കഴിഞ്ഞോ മോന്റെ? കഴിഞ്ഞു അല്ലേ? വീട്ടിലാരൊക്കെ ഹെൽപ്പ് ചെയ്യാനുള്ളേ? എന്റെ പപ്പയും മമ്മയും ഉണ്ട്. പിന്നെ ഞങ്ങളുടെ നെക്സ്റ്റ് ഡോർ നെയ്ബർ ഉണ്ട്. ഓക്കെ. അപ്പൊ നല്ലൊരു ടഫ് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഹെൽപ്പ് ചെയ്യാൻ ഒരുപാട് പേരുണ്ടല്ലോ. ഈസി ചോദിക്കാം. ഓക്കെ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാമഹൻ ആരായിരുന്നു? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലത്തിന്റെ പിതാവ് ആരായിരുന്നു? പിതാവല്ലോ, ഗ്രാൻഡ്ഫാദർ. ഗ്രാൻഡ്ഫാദർ. അതെ. ഈസി ക്വസ്റ്റ്യൻ. അബ്ദുൽ മുത്തലിബ്. ആൻസർ ആണ്. താങ്ക് യു. ഇത് പറഞ്ഞു തന്നതാണോ മോൻ പറഞ്ഞതാണോ? സ്വന്തം പറഞ്ഞു. അറിയാല്ലേ? ഓക്കെ. അപ്പൊ സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ മോനെ? ചോദിച്ചോളൂ. ഖുർആനിന്റെ ഹൃദയം എന്നറിയപ്പെടുന്നത് ഏത് സൂറത്താണ്? ഓക്കെ. കൺഗ്രാറ്റ്സ്. കറക്റ്റ് ആൻസർ ആണല്ലോ. മിടുക്കനാണല്ലോ. ക്ലാസ്സിൽ എപ്പോഴും ഫസ്റ്റ് ആണോ? ഫസ്റ്റ്. ക്വിസ് കോമ്പറ്റീഷൻസിലൊക്കെ പങ്കെടുക്കാറുണ്ടോ? പങ്കെടുത്തിട്ടുണ്ട്. എത്ര സമ്മാനം കിട്ടിയിട്ടുണ്ട്? 2 സമ്മാനം. ഓക്കെ. അപ്പൊ തേർഡ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? നബീനെ ബേസ് ചെയ്താണ് ഞാൻ ചോദിക്കുന്നത്. മാതാപിതാക്കൾ നഷ്ടപ്പെട്ട നബിയെ പിന്നീട് വളർത്തിയത് ആരായിരുന്നു? അബ്ദുൽ താലിബ്. അല്ല, ക്വസ്റ്റ്യൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുവോ? മാതാപിതാക്കൾ നഷ്ടപ്പെട്ട നബിയെ പിന്നീട് വളർത്തിയത് ആരായിരുന്നു? മാതാപിതാക്കൾ നഷ്ടപ്പെട്ട നബിയെ പിന്നീട് വളർത്തിയത് ആരായിരുന്നു? അതെ, ഫാദറും മരിച്ചു, മദറും മരിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ആരായിരുന്നു നബിയെ നോക്കിക്കൊണ്ടിരുന്നത്? ഇതിന്റെ ഉത്തരം കേട്ട് കഴിഞ്ഞാൽ കിട്ടി. ആൻസർ അറിയാം. അബ്ദുൽ മുത്തലിബ്. കറക്റ്റ് ആൻസർ ആണ്. താങ്ക് യു. വെൽക്കം. ഇതിനാണ് ഇത്രയും ആലോചിച്ചത്? ഇതിനാണ് ഇത്ര ഡൗട്ട് ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ ഡൗട്ട് ഉണ്ടായിരുന്നു, പിന്നെ ചോദിച്ചു. മിടുക്കനാണ്. അപ്പൊ ഫോർത്ത് നമുക്കൊരു ടഫ് ചോദിക്കാം. അല്ലേ? അയ്യോ, ഈസി ചോദിച്ചാ മതി. ഈസി ചോദിച്ചാ. അക്മൽ, ഓക്കെ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? നാട്ടിലെവിടെയാ മോന്? എന്താ? നാട്ടിലെവിടെയാ? മനസ്സിലായില്ല. നാട്ടില് ആലപ്പുഴ. അപ്പൊ വെക്കേഷന് നാട്ടിൽ പോകണ്ടിരുന്നേ? ഞാന് നാളെ നാട്ടിൽ പോകുന്നുണ്ട്. നാട്ടിൽ പോവാ. ഓക്കെ. അപ്പൊ നാട്ടിൽ പോകുമ്പോ പ്രൈസ് കൊണ്ട് പോവില്ലേ?
ആ വിൻ ചെയ്തിട്ടേ പോകത്തുള്ളൂ. ഓക്കെ നോക്കാം. ഓൾ ദി ബെസ്റ്റ്. നാളെ മുതൽ ഈ പ്രോഗ്രാം മിസ്സാവും. ആണല്ലേ? അയ്യോ സാരമില്ല, ഞങ്ങള് വേഗം അപ്ലോഡ് ചെയ്താ എന്നിട്ട് കണ്ടോ. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. റമദാൻ 17ന്റെ മഹത്വം എന്താണ്? റംദാൻ 17ന്റെ മഹത്വം എന്താണ്? അതെ, എല്ലാവർക്കും അറിയാവുന്നതാ. എല്ലാവർക്കും അറിയണയാണ്. റംദാൻ 17ന്റെ മഹത്വം എന്താണ്? അതെ, ഈസി ക്വസ്റ്റ്യനാ. ചോദിക്കുവോ? ക്ലൂ എന്ന് പറയുവോ? ലാസ്റ്റ് ക്വസ്റ്റ്യന് ഞങ്ങള് ക്ലൂ ഓപ്ഷൻസ് കൊടുക്കാറില്ല. ക്ലൂ എന്താ കൊടുക്കാ? പപ്പയടുത്തും മമ്മയടുത്തും ചോദിച്ചു നോക്കിയേ. നോമ്പ് 17 പ്രത്യേകതയൊക്കെ ഉണ്ട്. പ്രത്യേകത എന്താണ്? ബദർ യുദ്ധമാണോ? ഉറപ്പിച്ചാ? ഇത്ര മാറ്റണ്ട. ഓപ്ഷൻസ് ഇല്ല അല്ലേ? ബദറുദ്ദാണ് ആൻസർ. കറക്റ്റ് ആൻസറാ. ഫോൺ തകർക്കൂലോ. താങ്ക് യു. വെൽക്കം. അവിടെ സഹായിച്ചവർക്കൊക്കെ താങ്ക്സ് പറയൂ. ആരാവടാൻ ആഗ്രഹം ഭാവിയില്? എന്താ? ആരാവാനാണ് ആഗ്രഹം വളർന്നത്? ക്വിസ് മാസ്റ്റർ ആവാനാണോ? ഡോക്ടർ ആവാൻ ആഗ്രഹം. ഡോക്ടർ ആവാനാണ്. മാഷാ അല്ലാഹ്. ഞങ്ങൾ ദുആ ആവട്ടെ. ഓക്കെ, താങ്ക്സ്. ഓക്കെ, കൺഗ്രാറ്റുലേഷൻസ്. വിഷ് യു സേഫ് ജേർണി. താങ്ക് യു. വെൽക്കം. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. നമ്മളെ വിളിച്ചത് അക്മലായിരുന്നു. 4 ക്വസ്റ്റ്യൻസിന് കറക്റ്റ് ആൻസർ ഒന്നും വളരെ എനർജറ്റിക് കുട്ടിയാ. അതെ, ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് ടൈം ആണ് 4 questions. ആരും പറഞ്ഞില്ലെങ്കിൽ അക്മലായിരിക്കും നമ്മുടെ വിന്നർ. നമുക്ക് നോക്കാം. പക്ഷെ എന്തായാലും 4 എണ്ണം പറഞ്ഞില്ല, കൺഗ്രാറ്റ്. സമ്മാനം കിട്ടിയാലും ഇല്ലെങ്കിലും. അത് തന്നെ. അതെ, അപ്പൊ ഇത് ക്വിസ് ബേസ് പ്രോഗ്രാം ആണ്. 4 ക്വസ്റ്റ്യൻസ് ആണ് ഞങ്ങൾ ചോദിക്കുക. കറക്റ്റ് ആൻസേഴ്സ് നൽകുന്നവർക്ക് അയ്യപ്പാസിന്റെ ഗിഫ്റ്റ് വൗച്ചർ ആണ്. വിളിക്കേണ്ട നമ്പർ അറിയാലോ? അതെ, 05294462343. കൂടാതെ കോൺടെസ്റ്റിൽ പങ്കെടുക്കാൻ മറക്കരുത്. ഞങ്ങളുടെ ലിങ്ക് ലൈക്ക് ചെയ്തിട്ട് ആൻസേഴ്സ് വേഗം പോസ്റ്റ് ചെയ്തോളൂ. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? നമ്മുടെ കിബ്ല, അള്ളാഹുടെ രണ്ടാമത്തെ വീട് എന്ന് അറിയപ്പെടുന്നത് എന്താണെന്നായിരുന്നു ചോദിച്ചത്. കറക്റ്റ് ആൻസേഴ്സ് വേഗം പോസ്റ്റ് ചെയ്യുക, പേജ് ലൈക്ക് ചെയ്തതിന് ശേഷം. ഓക്കെ, അപ്പോൾ നമ്മൾ നോമ്പിന്റെ സുന്നത്തിനെ കുറിച്ച് പറയുമായിരുന്നു. പിന്നെ സൂര്യൻ അസ്തമിച്ചതിന് ശേഷം ഉടനെ നോമ്പ് തുറക്കുന്നതും ഒരു സുന്നത്താണ്. പിന്നെ നമ്മൾ നോമ്പ് തുറക്കാൻ എടുക്കുന്ന സമയം കൊണ്ട് നമ്മളുടെ ജമാഅത്ത് നഷ്ടപ്പെടാതിരിക്കുകയോ അല്ലെങ്കിൽ ഇമാമിന്റെ തക്ബീറത്തുൽ ഇഹ്റാമും നഷ്ടപ്പെടില്ല എന്ന വിശ്വാസമുണ്ടെങ്കിൽ നമുക്കത് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. കൂടാതെ ഒരു ഡേറ്റ്സ്, ഒരു കാരക്ക കഴിക്കുന്നത് വരെ ഒരു സുന്നത്തായാണ് എടുക്കുന്നത്. പിന്നെ അത് കൂടാണ്ട് 3 കാരക്കകൾ കഴിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അത് നമുക്കൊരു കോളർ ഉണ്ട്. ഹലോ ഹലോ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വബറകാതുഹു. വെൽക്കം ടു യുഎ എക്സ്ചേഞ്ച് ഹദിയത്ത് റമദാൻ. താങ്ക് യു. വെൽക്കം. ആരാ? താങ്ക് യു ആണല്ലോ. അതെ, ഷഹീർ. എന്താ? ഷഹീറാണ്. സയ്യിദ്. ആ, ഓക്കേ. വിളിച്ചിരുന്നോ? സഹീർ. ഓക്കെ, പറയൂ, എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. ഞങ്ങളുടെ ഫേസ്ബുക്ക് കോൺടെസ്റ്റിൽ പങ്കെടുത്തിരുന്നോ? ഒരിക്കൽ പങ്കെടുത്തിരുന്നു. 8 നിലയിൽ പൊട്ടിപ്പോയി. അയ്യോ, സാരല്ല. ഇന്ന് കേട്ടില്ല, ഇന്നത്തെ ക്വസ്റ്റ്യൻ കേട്ടില്ലേ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടില്ല. 4 ആൻസർ ആയില്ലേ? അല്ലല്ല, ഫേസ്ബുക്ക് കോൺടെസ്റ്റിനാണ് ഞങ്ങൾ പറഞ്ഞത്. ഞങ്ങളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട് പ്രോഗ്രാമില്. ആ ക്വസ്റ്റ്യന് കറക്റ്റ് ആൻസർ ഫേസ്ബുക്കില് ഞങ്ങളുടെ NTV ലിങ്ക് ലൈക്ക് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യുക ആൻസർ. അതിനാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ കേട്ടിരുന്നോ ഞങ്ങൾ ചോദിച്ചത്? ഇല്ല, ഒന്ന് പറയുമോ? അള്ളാഹുടെ രണ്ടാമത്തെ വീട് എന്ന് അറിയപ്പെടുന്നത് ഏത് പള്ളിയാണ്? ഇതിപ്പോ പറയണ്ട, ഇപ്പൊ ആൻസർ പറയില്ലേട്ടോ. പറയില്ല ഇത്. അത് ആൻസർ പോസ്റ്റ് ചെയ്തേ. ഇപ്പൊ പറയേണ്ട ആൻസർ ആലോചിച്ച് കറക്റ്റ് ആൻസർ ചെയ്യാം. പോസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ.